നിയമത്തിന്റെ പരിധിയിൽ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ടുവരണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കുവാൻ സുപ്രീം കോടതി നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ലെങ്കിൽ ഹർജിയുമായി കോടതിയെ സമീപിച്ചാൽ പരിഗണിക്കാമെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, മൻമോഹൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി. തൊഴിലിടത്തിലെ സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയുന്ന പോഷ് നിയമം നടപ്പാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് മലയാളി അഭിഭാഷക യോഗമായ MG സുപ്രീം കോടതിയെ സമീപിച്ചത്. റിട്ട് ഹർജിയിൽ കേന്ദ്ര സർക്കാരിനെയും 9 ദേശീയ പാർട്ടികളെയുമാണ് എതിർകക്ഷികളാക്കിയിരുന്നത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അധികാരമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതിനാൽ ആദ്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ലെങ്കിൽ ഹർജിയുമായി വീണ്ടും കോടതിയെ സമീപിക്കാൻ യോഗമായയ്ക്ക് സുപ്രീം കോടതി അനുമതി നൽകി. രാഷ്ട്രീയ പാർട്ടികളിൽ പോഷ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ലൈംഗിക അതിക്രമ പരാതികൾ പരിഗണിക്കാൻ ആഭ്യന്തര കമ്മിറ്റികൾ രൂപീകരിക്കേണ്ടതില്ലെന്ന് കേരള ഹൈക്കോടതി നേരത്തെ വിധിച്ചിരുന്നു. ഈ വിധിക്കെതിരെ ആരും അപ്പീൽ നൽകിയിട്ടില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതുപോലെ അസംഘടിത മേഖലയിലും കരാർ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ ഇടങ്ങളിലും ഇത്തരം പരാതികൾ ഉണ്ടാകുമ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും സുപ്രീം കോടതി ആരാഞ്ഞു. യോഗമായ്ക്കു വേണ്ടി സീനിയർ അഭിഭാഷക ശോഭ ഗുപ്ത, അഭിഭാഷകരായ ദീപക് പ്രകാശ്, ശ്രീറാം പാറക്കാട് എന്നിവർ ഹാജരായി.